മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ഓസ്ട്രേലിയൻ ട്രാവൽ വ്ലോഗ്. ഇപ്പോൾ രാവിലെയാണ് സമയം. നമ്മളിതേ മെൽബൺ സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണ്. കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ പ്ലാൻ ഉണ്ട്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ മെൽബൺ സിറ്റി എത്തി. പ്രത്യേകിച്ച് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. ചുമ്മാ സിറ്റി നടന്ന് കാണുക, കുറച്ച് ഷോപ്പിംഗ്, അത്രേ ഉള്ളൂ. വോക്ക് ചെയ്യുന്ന സമയത്ത് പല പല കോർണേഴ്സിലും ഇതുപോലെ ആർട്ടിസ്റ്റുകൾ ഇരുന്നിട്ട് പ്ലേ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറച്ച് നേരം നിന്ന് മ്യൂസിക്കൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് പോവാം. ദിവ്യേച്ചി ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഇതേവിടെ ഒരു കോഫി എടുക്കാൻ കയറിയതാണ്. മെൽബൺ എന്ന് പറയുന്നത് സത്യത്തിൽ വേൾഡിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റീസിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റി വാക്ക് എൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. രാവിലെ തന്നെ ഇറങ്ങുക, ചുമ്മാ നടക്കുക, ഒരു കോഫിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേറൊരു കാര്യമാണ് ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് നടക്കുക, ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അവിടുത്തെ. ഇത്രയും സാധനങ്ങൾക്കിടയിൽ ഒരു പേഴ്സ് തപ്പുന്ന സീനാണ് ഈ കാണുന്നത്. സോ നമ്മൾ ലഷിൻ്റെ ഔട്ട്ലെറ്റിലാണ്. ഞാനിവരുടെ ഹെയർ കെയർ ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ വലിയ ഫാനാണ്. എസ്പെഷ്യലി ഹെയർ കെയർ. അവരുടെ ഒരു ഹെയർ മോയ്സ്ചറൈസർ ഉണ്ട്, കിടുക്കൻ പ്രൊഡക്റ്റാണ്. ഞാൻ ഇപ്പോഴും എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് ഇവരുടെ ഹെയർ മോയ്സ്ചറൈസറാണ്. They gave me some samples. അതേപോലെ ഡ്രൈ സ്കാൽപ്പ് ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള കുറച്ച് അഡ്വൈസസും തന്നു. ആൻഡ് ഐ ലവ് ദിയർ പ്രൊഡക്ട്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. പുറത്തിറങ്ങി സൺലൈറ്റ് ഒക്കെ കണ്ടാൽ തോന്നും വലിയ തണുപ്പൊന്നും ഇല്ലാന്ന്. പക്ഷെ ആക്ച്വലി നല്ല തണുപ്പാണ് ഇവിടെ. ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഞാനും ഗോപും കൂടെ നടക്കാൻ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് കേട്ടോ.
ഇവിടെ കൂടി നടക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലേ. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഈവനിങ് നമ്മൾക്ക് വേറെ സ്ഥലത്ത് പോകാനുള്ള ഒരു പ്ലാനും കൂടെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഈവനിങ് ആയിരുന്നു. ആ സ്കൈ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും അല്ലേ, ഇതൊരു ഭംഗിയാ കാണാൻ. നമ്മളിപ്പോൾ പോകുന്നത് മെൽബൺ വൈറ്റ് നൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫുൾ നൈറ്റ് ആർട്സ് ഫെസ്റ്റിവൽ ആണ് ഈ മെൽബൺ വൈറ്റ് നൈറ്റ്. വൺസ് ഇൻ എൻ ഇയർ മാത്രം ഒരു ഫുൾ നൈറ്റ് നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ. ഞങ്ങളിവിടെ ജസ്റ്റ് എത്തി. ഫുൾ ഫാമിലി ഉണ്ട്. ഇളയച്ചൻ, ഇളയമ്മ, ദിവേച്ചി, അനുവട്ടൻ ആൻഡ് ജാനുമണി. ഈ ഒരു നൈറ്റ് സിറ്റിയിൽ ലൈറ്റ്സ് ഒക്കെ ഫുള്ളായിട്ട് ഓൺ ആയിരിക്കും. ആൻഡ് ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരു ക്യൂട്ട് ഫാമിലിനെ കാണിച്ചു തരട്ടെ. Husband, wife, and their baby. ഇവരിങ്ങനെ ബേബീനെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്ന കാണാനേ ഭയങ്കര ക്യൂട്ടായിരുന്നു. സിറ്റിയിലെ 2-3 ഫേമസ് പാർക്കുകളെ ഫുൾ ട്രാൻസ്ഫോം ചെയ്തിട്ടാണ് ഈ ഒരു വൈറ്റ് നൈറ്റ് ഫെസ്റ്റിവലിന് വെന്യൂ ആക്കുന്നത്. നമുക്കിനി കുറച്ച് ദൂരം നടക്കാനുണ്ട്. നല്ല തണുപ്പുണ്ട്. പക്ഷെ എന്നാലും ഈ ആർട്ട് ഫോംസ് ഒക്കെ കണ്ട് നടക്കുന്നത് നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഒത്തിരി ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ എണ്ണത്തിൽ നമ്മളും പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു, ഡാൻസ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ക്വീൻ വിക്ടോറിയ നൈറ്റ് മാർക്കറ്റിലേക്കാണ്. They loosely base their sound off us. സോ നമ്മൾ വിക്ടോറിയ നൈറ്റ് മാർക്കറ്റിലാണ്. ഇവിടെ മെയിനായിട്ട് ഫുഡ് സ്റ്റോൾസ് ആണ്. ഗ്ലോബൽ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ഓരോരോ കോർണറിൽ ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട്. പിന്നെ ഷോപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഫ്ലീ മാർക്കറ്റും ഉണ്ട്.
സോ മച്ച് ഫൺ ഹിയർ. ദ പ്ലേഡ് സം ഇന്ത്യൻ മ്യൂസിക്, ബോളിവുഡ് സോങ്സ്, കുറേ ഡാൻസ് ഒക്കെ ചെയ്തവരുടെ കൂടെ. ആൻഡ് നമ്മളുടെ ഇന്നത്തെ നൈറ്റ് കൂടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.